إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ഏറെ പ്രിയങ്കരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തഖ്വയുള്ളവരായും മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹസമ്പന്നമായ നമ്മുടെ വികാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അതിരില്ലാതെ സ്നേഹിച്ച ഒരു മഹാവ്യക്തിത്വമാണ്. നമ്മളും അതിരില്ലാതെ സ്നേഹിക്കണം എന്ന് കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഉമ്മത്തിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച ത്യാഗവും സ്നേഹ സന്ദർഭങ്ങളുമൊക്കെ നമ്മൾ അനുസ്മരിച്ചു. ആളുകൾ നന്നാകാതെ പോകുമ്പോൾ, വിശ്വസിക്കാതെ പോകുമ്പോൾ സങ്കടപ്പെട്ട നമ്മുടെ പ്രിയ റസൂലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓരോരുത്തരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമേ എന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച് അതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജനങ്ങളുടെയൊക്കെ ഭാരം കുറക്കാൻ, അതുപോലെ തന്നെ ഉമ്മത്തിനു വേണ്ടി, ഉമ്മത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി പ്രയത്നിച്ച, അവരുടെ പാപമോചനത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഒരു പ്രിയ റസൂലിനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത്. റോൾ മോഡലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചതിൻ്റെ പേരിൽ ആർക്കും ഖേദിക്കേണ്ടി വരികയില്ല എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. റഹ്മത്തുൽ ലിൽ ആലമീൻ ആയ പ്രിയ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നും
അവൻ പിശുക്കനാണ് എന്നതൊക്കെ നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ഒക്കെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക, വർഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദ് എന്നതൊക്കെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് സ്വലാത്ത് എന്ന നിലക്ക് ചൊല്ലാവുന്നതാണ്. പൂർണ്ണമായ സ്വലാത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിമി സ്വലാത്ത് എന്നറിയപ്പെടുന്ന നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന, ഖുത്ബകളിൽ ചൊല്ലുന്ന ആ സ്വലാത്താണ്. പൂർണ്ണമായി സ്വലാത്ത് ചൊല്ലുക എന്നതാണ് അതിൽ ഏറെ പുണ്യകരമായതും ശ്രേഷ്ഠകരമായതും. ആ നിലക്ക് അത് നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നതാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. റസൂലരെ, എനിക്ക് ലോകത്ത് എല്ലാത്തിനേക്കാളും താങ്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, അങ്ങയോട് വലിയ ഹുബ്ബാണ്, എന്നെ കഴിഞ്ഞിട്ട് എന്ന് അദ്ദേഹം ചേർത്തി പറഞ്ഞു. ഇല്ലാ മിൻ നഫ്സി, ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള സകല സംഗതിയേക്കാളും എനിക്ക് താങ്കളെയാണ് ഇഷ്ടം റസൂലേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ടില്ല, അങ്ങനെ പോരാ. വലദീ നഫ്സി ബിയദിഹി, അല്ലാഹു ആണ് സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, താങ്കളെക്കാളും റസൂലായ എന്നെ താങ്കൾക്ക് ഇഷ്ടമാകണം, അപ്പോഴാണത് പൂർത്തിയാവുക എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറഞ്ഞു, ഫഇന്നഹു അൽആൻ വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എനിക്കെന്നാൽ ഇപ്പോൾ ഈ നിമിഷം മുതൽ അങ്ങനെ ആയിക്കഴിഞ്ഞു റസൂലരെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അൽആൻ യാ ഉമർ എന്ന് പറഞ്ഞാൽ അൽആൻ അറഫ്ത യാ ഉമർ, ഇപ്പോഴാണ് അത് ശരിയായത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു വ്യക്തി, നമ്മളുടെ വിചാരം, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം, സുഖങ്ങൾ, സൗകര്യങ്ങൾ, ഇതിനേക്കാളൊക്കെ മേലെയാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. ആ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹം വരുന്നിടത്തും റസൂലുള്ളാഹിന്റെ ഒരു ആഗ്രഹം വരുന്നിടത്ത് ഏറ്റുമുട്ടലുണ്ടാവും. അവിടെ നമ്മൾ ആരുടെ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു താല്പര്യം മുന്നിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, ഒരു വാക്ക്, ഒരു പ്രവൃത്തി നമ്മൾ അതുപോലെ തന്നെ പ്രാധാന്യത്തോടെ നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മൾ ഏതിന് പ്രാധാന്യം കൊടുക്കും? അവിടെയാണ് നമ്മുടെ റസൂലുള്ളാഹിന്റെ ഇഷ്ടം തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് നമ്മുടെ ഇഷ്ടമെങ്കിൽ നമ്മൾ അതിന് പ്രാമുഖ്യം കൊടുക്കുക എന്നതാണ്. ജമാഅത്ത് നമസ്കാരത്തിന് വിളിക്കുന്നു, ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽ ഫലാ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ആ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ വരാൻ അസൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മളൊരു രസവും ആനന്ദമൊക്കെ കിട്ടണ അത്ര പ്രധാനമല്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ട്, നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യത്തിൽ ഇടപെടുകയാണ്. അപ്പോഴാണ് ഈ വിളി കേൾക്കുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടമാണ് നമുക്ക് കൂടുതലുള്ളത് എങ്കിൽ ആ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ് നിങ്ങൾ ജമാഅത്തിലേക്ക് വരൂ എന്നത്. അപ്പൊ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു എങ്കിൽ നമ്മളുടെ ഇഷ്ടം നമ്മളെക്കാളുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഓരോന്നും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടം എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രിയപ്പെട്ടവരാകുന്നത്. അല്ലാതെ കേവലം എന്തെങ്കിലും ചൊല്ലിപ്പറഞ്ഞ് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒന്നുകൊണ്ടും റസൂലിനോടുള്ള ഇഷ്ടമായി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഹുബ്ബുൻ നബി എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമ്മളും പ്രിയ റസൂലും തമ്മിലുള്ള ബന്ധം എത്രമാത്രം ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വികാരങ്ങളുടെ പല ഘട്ടങ്ങളിലൂടെ ചരിത്രത്തിൽ നമുക്ക് കടന്നു പോകാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാവങ്ങൾ, പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വികാരങ്ങൾ, അദ്ദേഹം സൗമ്യമായി പ്രതികരിച്ച കാര്യങ്ങൾ, ലളിതമായി പറഞ്ഞ കാര്യങ്ങൾ, ചിലപ്പോഴൊക്കെ വളരെ പരുഷമായി ഗൗരവത്തോടെ ദേഷ്യം പിടിച്ച് താക്കീത് നൽകിയൊക്കെ സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നോക്കൂ, ഒരിക്കൽ പോലും അദ്ദേഹം കളവ് പറഞ്ഞിട്ടില്ല എന്നത്
ഒരു സത്യസന്ധമായ കാര്യമാണല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അൽ അമീൻ എന്ന് വിളിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലായിരുന്നു എന്നതാണ്. നമ്മളോ ആ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. പക്ഷെ നമുക്കത് പറയാൻ കഴിയും, ഞാൻ എൻ്റെ പ്രിയ റസൂലിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല, കള്ളത്തരം ചെയ്തിട്ടില്ല, ഒരു കള്ളത്തരത്തിന് കൂട്ടു നിന്നിട്ടില്ല. അതുകൊണ്ട് ഞാനും അത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ നമുക്ക് കഴിയണ്ടേ? കഴിയുമോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ടത്. അങ്ങനെ ഓരോന്നും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോഴാണ് പ്രിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളും തമ്മിലുള്ള ബന്ധം എത്ര ശക്തമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നോക്കൂ, പ്രിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. പ്രിയ പ്രവാചകരെ, പ്രിയ റസൂലേ, താങ്കളെ നാം അയച്ചിരിക്കുന്നത് ഈ സമൂഹത്തിന് സാക്ഷ്യം വഹിക്കാനാണ്, സാക്ഷിയാക്കിക്കൊണ്ടാണ്. വ മുബശ്ശിറ, അവർക്ക് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വ നദീറ, അവർക്ക് താക്കീത് ചെയ്യാൻ കൂടിയിട്ടാണ്. സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കാനും നരകമുണ്ട് എന്നതിനെ കുറിച്ച് താക്കീത് ചെയ്യാനൊക്കെയാണ് താങ്കൾ നിശ്ചയിച്ചിട്ടുള്ളത്. വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജൻ മുനീറ, താങ്കൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന, പ്രകാശം പരത്തുന്ന ഒരു വിളക്കാണ്, ഒരു നന്മയുടെ പൂമരമാണ് അങ്ങ് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്കൊക്കെ പ്രകാശം പരത്തുന്ന ഒരു വിളക്കാണ് പ്രിയപ്പെട്ടവരെ. നന്മ പരത്തുന്ന, നന്മ പൂക്കുന്ന ഒരു പൂമരം പോലെയാണ് പ്രിയ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ. അങ്ങനെ നമുക്കൊരു അനുഭവം ഉണ്ടാണെങ്കിൽ നമ്മൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ്, അതങ്ങനെ നിർവഹിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കുളിര് അനുഭവിക്കാൻ കഴിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, അള്ളാഹുവിന്റെ, അവന്റെ ഉത്തരവനുസരിച്ച് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന, ഒരു പ്രകാശം പരത്തുന്ന നന്മയുടെ ഒരു പൂമരമായാണ് താങ്കളെ ജനങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരികയാണ്. ആ റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കണം, ആ റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണം, ആ റസൂലിനോട് സലാം പറയണം, അത് വർദ്ധിപ്പിക്കണം എന്നതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് നമ്മോട് ചൊല്ലാൻ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്താണ് നമ്മോട് ചൊല്ലാൻ പറഞ്ഞത്. പക്ഷേ പലപ്പോഴും ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള തേട്ടമുള്ള സ്വലാത്തുകൾ ചൊല്ലുന്നു എന്നതാണ്. നാരിയത്ത് സ്വലാത്ത്, താജ് സ്വലാത്ത്, പല പേരിലുള്ള സ്വലാത്തുകൾ ഉണ്ടാകും. അതിലൊക്കെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹിനോട് തേടുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ട്. റസൂലേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, റസൂലേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ, ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാർ തരണേ, ഞങ്ങൾക്ക് നീ കാവലാകണേ, ഞങ്ങൾക്ക് ശക്തി തരണേ, ഞങ്ങൾക്ക് ജോലി തരണേ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണേ തുടങ്ങിയ തരത്തിലുള്ള എത്രയോ സ്വലാത്തുകൾ നമ്മുടെ നാട്ടിൽ, വളരെ വ്യാജമായ സ്വലാത്തുകൾ പരന്നു കിടക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം കെണികളിലൊക്കെ നമ്മൾ വീണുപോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടിയുള്ള സ്വലാത്ത് നമ്മളെപ്പോഴും ചൊല്ലണം. പള്ളിയിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ചൊല്ലാം, രാവിലെയും വൈകുന്നേരവും ചൊല്ലാം, അതുപോലെ തന്നെ ഓരോ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷവും ചൊല്ലാം, അതുപോലെ തന്നെ ബാങ്ക് വിളിച്ചതിന് ശേഷം ചൊല്ലാം, ഇഖാമത്തിനും ബാങ്കിനും ഇടയിലുള്ള സമയത്ത് ചൊല്ലാം, ഒഴിവ് വേളകളിലൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരെ അത് ചൊല്ലാം, ചൊല്ലേണ്ടതാണ് എന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. നോക്കൂ, റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ പൊടിപൊടിക്കുന്ന സന്ദർഭങ്ങളാണ്. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി എത്രയെത്ര നല്ല കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നബിദിനം ഇസ്ലാമികമല്ല എന്നും നബിദിനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പലപ്പോഴും ചോദിക്കും, നബിദിനത്തിന്റെ പേരിൽ എത്രയെത്ര നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര മദ്ഹുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയെത്ര പ്രവാചകന്റെ മദ്ഹുകളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്രയോ ആളുകൾക്കാണ് അതിന്റെ പേരിൽ അന്നദാനം ചെയ്യപ്പെടുന്നത്, ഒരുപാട് ആളുകൾക്ക് നന്മകൾ ഉണ്ടാകുന്നത്, എത്രയോ ആളുകൾക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നത് എന്നതൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര നന്മകൾ ചെയ്യുന്നു എന്നതല്ല, നബിദിനം എന്ന ആശയം തന്നെ യഥാർത്ഥത്തിൽ അത് പ്രമാണത്തിന് നിരക്കുന്നതല്ല എന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് അതിനെ വിമർശിക്കുന്നത് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ബേസാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മുടെ സഹോദരങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലരും വലിയ പുണ്യമുണ്ട് എന്ന നിലക്കാണ് ഇത് ചെയ്യുന്നത്, വലിയ പ്രതിഫലം കിട്ടുമെന്ന നിലക്കാണ്
ആളുകൾ ഇതിലേക്ക് പണം ചെലവഴിക്കുന്നത്, അത് വലിയ പുണ്യമാണ് എന്ന നിലക്കാണ് ആളുകൾ അതിന്റെ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. അതിൽ പാട്ടും ദഫും വെയ്ത്തുമൊക്കെയായ ആളുകൾ പങ്കെടുക്കുന്നത് വലിയ പുണ്യമുണ്ട് എന്ന് കരുതിയിട്ടാണ്, ഒരു തെറ്റാണെന്ന് വിചാരിച്ചിട്ടല്ല ആളുകൾ ചെയ്യുന്നത്. വലിയ ഇഖ്ലാസോട് കൂടിയിട്ടാണ് ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നല്ലതാണ് എന്ന് നമുക്ക് തോന്നിയാൽ അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് നല്ലതായി തോന്നാം, നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നി. വേറെ ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നല്ലതാണെന്ന്, വേറെ ആൾ പറഞ്ഞു അതത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. ആളുകളുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മൾ നല്ല കാര്യങ്ങളാണ് എന്ന് വിചാരിച്ചൊരു കാര്യം ചെയ്താൽ അത് ദീനാവോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ദീനിൽ അതിൽ പ്രതിഫലം കിട്ടുമോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്താൽ അതിന്റെ ഗൗരവം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? വളരെ ലളിതമായ 2 കാര്യങ്ങളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഏത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് കാര്യം ചെയ്യാം. പക്ഷെ അത് ചെയ്യണമെങ്കിൽ, അത് ദീനാകണമെങ്കിൽ, അത് പുണ്യം കിട്ടണമെങ്കിൽ, നമുക്കത് പ്രതിഫലം കിട്ടുന്ന കാര്യമാകണമെങ്കിൽ 2 കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ്. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലാതെ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കൂല എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞ നബിദിനത്തിന്റെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ വലിയ ഇഖ്ലാസോട് കൂടിയാണ് ചെയ്യുന്നത്. റിയാ ഉള്ള ഒരു പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കൂല. നമ്മൾ നമസ്കാരം പോലും ആളുകളെ കാണിക്കാനാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അല്ലാഹു സ്വീകരിക്കൂല. അതില് വേറൊന്നുമില്ല. നമ്മൾ റിയാവോട് കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ അല്ലാഹു അത് സ്വീകരിക്കൂല. നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത് വളരെ പ്രധാനമാണ്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വളരെ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്യാനല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ ഇഖ്ലാസോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ഇബാദത്തും നിർവഹിക്കേണ്ടത്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പ്രതിഫലം ഉണ്ടാവില്ല. അപ്പൊ ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. മാത്രമല്ല അള്ളാഹ് പറഞ്ഞു, ഇപ്പൊ നമുക്ക് തോന്നും പുറത്തുനിന്ന് ഒരാൾക്കൊരു കാര്യം ഇങ്ങനെ അയാളെ കാണുമ്പോൾ തോന്നും നല്ല ഇഖ്ലാസ് ഉള്ള മനുഷ്യനാണെന്ന് തോന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് ആരാണ് ഈ മാർക്കിടുന്നത്, ആരാണ് അത് അളക്കുന്നത്? അയാളല്ലല്ലോ. ആരാ നമുക്ക് പ്രതിഫലം നൽകണത്? ഖുർആൻ പറഞ്ഞു, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ്. നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചാൽ, നിങ്ങളത് പരസ്യമാക്കിയാൽ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അമർന്നു കിടക്കുന്നതൊക്കെ അള്ളാഹ്ക്കറിയും. അള്ളാഹ് അതൊക്കെ അറിയല്ലോ. അള്ളാഹ് അതിന് പ്രതിഫലം നൽകണത്, അതിന് കൂലി നൽകുന്നത്. യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുള്ള സർവ്വകാര്യങ്ങളെയും അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ്. പിന്നെ അള്ളാഹിന്റെ അടുത്ത് മറച്ചു വെക്കാൻ കഴിയില്ല. ആളുകളെ നമുക്ക് ചിലപ്പോൾ പറ്റിക്കാം. ഇഖ്ലാസ് ഇല്ലാത്തൊരു പ്രവർത്തനം നമുക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അത് ബാത്തിലായി പോകും എന്നാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം നമ്മൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാണോ ചെയ്യണത്? അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണോ ചെയ്യണത്? ഖുർആൻ പറഞ്ഞില്ല, നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. ഒരാളെടുത്തുനിന്നും നമ്മൾ ഒരു നന്ദി വാക്കോ ഒരു പ്രതിഫലമോ ഒരു കൂലിയോ ഒന്നും അതിന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഞാനതൊക്കെ ചെയ്തിട്ട് അയാൾ ഒരു നല്ല വാക്ക് പറഞ്ഞില്ല, അത് പോയോ, അതിന്റെ കൂലി പോയി എന്നുള്ളതാണ്. അത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതില്ല എന്നാണ് ഖുർആന്റെ കൽപ്പന, പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇഖ്ലാസ് ഉണ്ടോ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ആരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യണത് എന്നുള്ളവർക്കുള്ള ഇഖ്ലാസ് വളരെ പ്രധാനമാണ്. ഏതൊരു കർമ്മത്തിനും ഇത് വേണ്ടതുണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശം, കൽപ്പന, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മാതൃക, ഉസ്വത്തുൻ ഹസന നമുക്ക് ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത ഒരു കാര്യം നമ്മൾ ദീനിന്റെ പേരിൽ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ആ കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഇഖ്ലാസോട് കൂടി ആയിരിക്കുകയും വേണം. അപ്പൊ ഇഖ്ലാസും വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്ത ഒരു മാതൃകയും വേണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഖുർആൻ പറഞ്ഞാണ്, അള്ളാഹ് റസൂൽ ചെയ്തൊരു കാര്യമാണോ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളി, നിങ്ങൾക്ക് അതിൽ മാതൃകയുണ്ട്. രണ്ടാമത് ഈ മാതൃക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിബാഉ റസൂലാണ്. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ അത് സൂചിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാൻ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, അത്തിഉല്ലാഹ വ റസൂൽ, നിങ്ങൾ അള്ളാഹിനെയും അവിടുത്തെ റസൂലിനെയും അനുസരിക്കുക, ഇത്തിബാ ചെയ്യുക. റസൂലുള്ള ചെയ്തുകണോ നമുക്ക് ചെയ്യാം, റസൂലുള്ള കൽപ്പിച്ചുകണോ നമുക്ക് ചെയ്യാം, റസൂലുള്ളാഹിന്റെ അംഗീകാരം ഉണ്ടോ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ അത് ദീനാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ആയത്തിൽ പറയണം, ഫൈൻ തവല്ലോ,
റസൂലുള്ള ചെയ്ത പോലെയല്ല അവർ ചെയ്യാൻ ഉദ്ദേശിക്കണം. അവരതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ ഫൈനല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അത് കുഫറാണ് എന്നാണ്, അള്ളാഹ്ക്ക് അവർക്ക് ഇഷ്ടമല്ല എന്ന് ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, എന്നെ ഇത്തിബാഅ് ചെയ്യുക എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ മാതൃക ഉണ്ടാകണം, അതുപോലെ തന്നെ ഇത്തിബാഅ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞെടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയണം, ഖുർആൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ഒരാൾ മുസ്ലിം ആവൂല, ഒരാൾ മുഅ്മിൻ ആവുകയില്ല, ഒരാളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ്? നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം ഉണ്ടായി എന്ന് വിചാരിക്കാം. സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ, മുഅ്മിനുകളെ നിങ്ങൾക്കിടയിൽ ഒരു കാര്യത്തിൽ ഒരു ഭിന്നത ഉണ്ടായി. ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ നിങ്ങൾ ഒരു വിധികർത്താവായി സ്വീകരിക്കാതിരിക്കുന്നിടത്തോളം കാലങ്ങൾ ഈമാൻ പൂർത്തിയാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദീനിന്റെ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രശ്നം ഉണ്ട് നമുക്ക്. അതിൽ എന്താണ് അതിന്റെ വിധി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിൽ എന്താ പറഞ്ഞത് അത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. അത് മനസ്സിലായിട്ടും നമുക്ക് അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ മുഅ്മിനായിട്ടില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിൽ അവിടെ നമുക്ക് നിൽക്കാൻ കഴിയണമെന്നതാണ്. രണ്ടാമത്തെ കാര്യം കൂടി ചേർത്ത് പറഞ്ഞു, സുമ്മലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തീരുമാനമെടുത്തൊരു വിഷയത്തിൽ അത് മനസ്സിലായപ്പോ മനസ്സിന് പിന്നെ ഒരു പൊറുതിയേട് ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അയ്യോ റസൂൽ അങ്ങനെയൊക്കെ പറയോ, റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ലേ, റസൂൽ പറഞ്ഞ് ശരിയായില്ലട്ടോ എന്ന് തോന്നാൻ പാടില്ല എന്നുള്ളതാണ് ഖുർആൻ കൃത്യമായി പറഞ്ഞു. അങ്ങനെ നമുക്ക് തോന്നേണ്ടതില്ല. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണോ സദഖ്തു, ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു, അത് അംഗീകരിച്ചിരിക്കുന്നു, പിന്നെ അതിലൊരു വസ്വാസിന് സ്കോപ്പില്ല എന്നാണ് കൃത്യമായി ഖുർആൻ പറഞ്ഞത്. യുസല്ലിമു തസ്ലീമ, നിങ്ങൾ അതിനങ്ങോട്ട് കീഴൊതുങ്ങി കൊടുക്കൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഇത്തിബായ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ആയിട്ടോ നമ്മൾ? അങ്ങനെ ആകുമ്പോഴാണ് ഹുബ്ബുർ റസൂലാകണത്, അള്ളാഹ് റസൂലിനോടുള്ള ഇഷ്ടം പൂർത്തിയാകണത്. അങ്ങനെ ഒരാൾ അനുസരിച്ചാൽ എന്താ സംഭവിക്കണത്? ഖുർആൻ അതും പറഞ്ഞത്. അങ്ങനെ ഒരാൾ അള്ളാഹ് റസൂലിനെ അങ്ങോട്ട് സ്വീകരിച്ചാൽ എന്താ അയാൾക്ക് കിട്ടണത്? അയാൾ എവിടെ എത്തണത്? മയ്യുത്തിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. അങ്ങനെ റസൂലിനെ ഒരാൾ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അയാൾ അനുസരിക്കുന്നത് അള്ളാഹുവിനെയാണ്, അള്ളാഹ് അനുസരിച്ചിരിക്കുന്നു എന്നാണ്. വമൻ തവല്ലാ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ. ഖുർആൻ പറഞ്ഞു, ആരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവന്റെ കാര്യം പിന്നെ റസൂലെ താങ്കൾ നോക്കേണ്ടതില്ല, അള്ളാഹ് നോക്കിക്കോളാം എന്നുള്ളതാണ്. അപ്പോ അള്ളാഹ് റസൂലിനെ അങ്ങനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അങ്ങനെ മാതൃകയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ് നമ്മുടെ നേതാവ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹിനെയും റസൂലിനെയും ഇങ്ങനെ അനുസരിച്ചാൽ എന്താ കിട്ടുക? അള്ളാഹുവിനെയും റസൂലിനെയും ഇങ്ങനെ അനുസരിച്ചാൽ എന്താ കിട്ടുക? എന്താ നമുക്ക് കിട്ടണ്ടേ? അതും ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൊതിയായി പോകും പ്രിയപ്പെട്ടവരെ. ബിദ്അത്തുകളില്ലാതെ സുന്നത്തുകളുമായി ജീവിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുക എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അവിടുത്തെ റസൂലിനെയും അനുസരിച്ചിരിക്കുന്നുവെങ്കിൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു തആല അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടും. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാരുടെ കൂടെ അവരുണ്ടാകും, സുദ്ദീഖീങ്ങളുടെ കൂടെ അവരുണ്ടാകും, ശുഹദാക്കളുടെ കൂടെ അവരുണ്ടാകും, സ്വാലിഹീങ്ങളുടെ കൂടെ അവരുണ്ടാകും. വഹസുന ഉലൈക റഫീഖാ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അവരെവിടെ ഉണ്ടാകുക? നാളെ അല്ലാഹുവിന്റെ ആ സ്വർഗീയ ഭവനത്തിൽ ഇവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അവർക്ക് കഴിയുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മളൊരു അമല് ചെയ്യുമ്പോൾ രണ്ട് കാര്യം പ്രധാനമാണ്. ഒന്ന് ഇഖ്ലാസ് വേണം, മറ്റൊന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണോ എന്ന് പരിശോധിക്കണം. അതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെത്തും? സ്വർഗത്തിലെത്തും. അതില്ലേ? അത് ചെയ്യാതെ നിന്നാൽ ഇഖ്ലാസ് ഉണ്ടായിട്ടും കാര്യമില്ല. ആദ്യത്തെ ഉണ്ട്, രണ്ടാമത്തെ ഇല്ല, കാര്യം ഉണ്ടാവും.
രണ്ടാമത്തെ ഉണ്ട് ഇഖ്ലാസ് ഇല്ല, കാര്യം ഉണ്ടാവില്ല. ഇത് രണ്ടും വേണം. ഇഖ്ലാസും വേണം, മാതൃകയും വേണം, പ്രമാണം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നന്നാവും. പ്രമാണം ഉണ്ട്, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്തു ഒരു കാര്യം ഉണ്ടാവില്ല. പ്രമാണം ഉണ്ട്, നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾക്ക് ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ തെളിവില്ല. ദീനിൽ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ള ചെയ്തതല്ല, നമ്മൾ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. ഇത് നമ്മൾ എത്രയോ ആളുകൾ അമല് ചെയ്യുന്നുണ്ട്, പണം ചെലവഴിക്കുന്നുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, പക്ഷേ ദീനിയായ കാര്യമാണ് എന്ന് വിചാരിച്ചൊക്കെ ചെയ്യണമല്ലായിരിക്കും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞാൽ ഈ നിലക്ക് നമ്മൾ സുന്നത്തിനെ പിൻപറ്റിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയാൽ നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹു നമ്മെ ആ സിദ്ദീഖീങ്ങളുടെ, നബിമാരുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെയും അവിടുത്തെ നിയമനിർദ്ദേശങ്ങളെയും ഒക്കെ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അത് നമ്മുടെ ഖൽബിൽ ഇങ്ങനെ പറിച്ച് കളയാൻ പറ്റാത്ത മാതിരി ഉണ്ടാകണം. ദുനിയാവിൻ്റെ ഓരോ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോണ്ടല്ലോ റസൂലുള്ളാഹിനെ നമുക്കിങ്ങനെ ഓർമ്മ വരണം, അള്ളാഹിൻ്റെ വിധിവിലക്കുകൾ ഇങ്ങനെ ഓർമ്മ വരണം. ഇപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞാൽ പിന്നെ സുന്നത്തും ഇല്ല, ഇബാദത്തും ഇല്ല, അള്ളിയില്ല, റസൂലും ഇല്ല, ഒന്നുമില്ല. ഒരു മീലാദുൻ നബിയിൽ ഭയങ്കര ആഘോഷിച്ച് അതിൻ്റെ കാവൊടിച്ച് അതിൻ്റെ ബിരിയാണി തിന്ന് അതിൻ്റെ ഒരു പാട്ടും പെയ്ത്തൊക്കെ പാടി അങ്ങാടി കൂടെ ഒരു ഘോഷയാത്രയിൽ പങ്കെടുത്ത് അതോടുകൂടി റസൂലുള്ളാഹിനുള്ള സ്നേഹം കിട്ടി ഇറങ്ങിപ്പോയാൽ അതൊക്കെ റസൂലുള്ളാഹിനുള്ള സ്നേഹമാവും. അങ്ങനെയല്ലല്ലോ വേണ്ടേ. ഓരോ സെക്കൻഡിലും, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും റസൂലുള്ളാഹിനോടുള്ള സ്നേഹം നമുക്കിടെ നെഞ്ചിലുണ്ടാകണം. അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഈ ചെയ്യണം നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൗലിദുൻ നബി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നത് കൃത്യമാണ്. ആർക്കും അത് പരിശോധിക്കാം. പ്രമാണങ്ങൾ അനുസരിച്ചല്ലാതെ നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്, പണം ചെലവഴിക്കരുത്, വേസ്റ്റായി പോകും. അത് നല്ല സുന്നത്തായ മാർഗത്തിൽ എടുത്തു നോക്കി നിങ്ങൾ എത്ര പ്രതിഫലം കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എല്ലാ സമൂഹവും, എൻ്റെ എല്ലാ ഉമ്മത്തും, എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ എന്ന് റസൂൽ പറഞ്ഞു. ഖാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹി വമൻ യഅബാ, ആരാണ് ഈ വിസമ്മതിച്ചവർ? ആരാണ്? ബാക്കി എല്ലാവരും സ്വർഗത്ത് പോകുന്നവർ. അപ്പൊ ആരായി വിസമ്മതിച്ചവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ ആരാണോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബാ, എന്നെ ധിക്കരിച്ചവരാരാണോ അവരാണ് വിസമ്മതിച്ചവർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റാതെ പോയവരുണ്ടല്ലോ, അവരാണ് വിസമ്മതിച്ചവർ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് നോക്കൂ, വലിയ മാതൃകയല്ലേ നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തിയവരാണ് അവർ. ആ സ്വഹാബത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കിയാൽ മതി. നോക്കൂ, ഖിബില, നമ്മുടെ ആദ്യത്തെ ഖിബില നോക്കൂ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ റുക്കൂയിലാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി അവതരിച്ച് ഒരു ദൂതൻ വന്നിട്ട് ഇതിങ്ങനെ അറിയിക്കുകയാണ്, അവിടെ ഖിബില മാറിയിട്ടുണ്ട് എന്ന് വർത്തമാനം ഇങ്ങനെ അവർക്കിടയിൽ കിട്ടുകയാണ്. അവർ റുക്കൂയിലാണ് നിൽക്കുന്നത്. എന്നാ ഒന്ന് നീച്ചിട്ട് ചെയ്യാന്നല്ല അവർ ചിന്തിച്ച്, ആ റുക്കോട് കൂടിയിട്ട് അവരിങ്ങനെ നേരെ എതിർ ദിശയിലേക്ക് തിരിയാണ്. റുക്കോയിൽ തന്നെ അവരിങ്ങനെ തിരിഞ്ഞു നിന്ന് കഅബയുടെ ഭാഗത്തേക്ക്, നേരെ ഓപ്പോസിറ്റാണ് അതിന്റെ ദിശ നിൽക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പിൻപറ്റിയ ആളുകളാണ് സഹാബത്ത്. ഒരെക്കാളും വലിയൊരു റസൂലിനെ സ്നേഹിച്ച ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടത്. ഔലിയാക്കൾ വേറുണ്ടോ? നമ്മൾ ആലോചിക്കണ്ടേ, ആരാണ് അവര്? അവര് നബിദിനം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കഴിക്കണത്? അവരെന്തുകൊണ്ടത് കഴിച്ചിട്ടുണ്ടാവില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അങ്ങേയറ്റം തന്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച ഒരു സമൂഹം ഉണ്ടായിട്ട് റസൂൽ പറയാണ്, ഇന്റെ റബീഉൽ അവ്വൽ 12 വരുമ്പോൾ നിങ്ങളൊന്ന് ഒന്ന് ഉഷാറാക്കണേ. ഈസാ നബിന്റെ ജന്മദിനം ഘോഷയാത്രയോടുകൂടിയും വളരെ ആഘോഷത്തോടു കൂടി ആ കാലഘട്ടത്തിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു പൂതി ഉണ്ടെങ്കിൽ റസൂൽ പറയില്ലേ? ഒരു പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് പറയില്ലേ? റസൂൽ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ? പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ വെക്കുമോ? അതിന് മുമ്പിൽ നമ്മൾ നിൽക്കൂലേ? നിൽക്കണ്ടേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല എന്നുള്ള മാതൃകയില്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൈബറിൽ നോക്കൂ, ഖൈബർ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. ഭക്ഷണമൊന്നും കിട്ടണില്ല. കഴുതയുടെ മാംസം അതുവരെ ഹറാമാക്കിയിരുന്നില്ല. ഒരു കഴുതനാണ് അവർക്ക് കിട്ടിയത്. അവരതിനെ വെട്ടിമുറിച്ചിട്ട് പിന്നെ അറുത്ത് ഭക്ഷണമാക്കി ഇങ്ങനെ
പാത്രം ഇങ്ങനെ വേവ് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ കഴുതയുടെ ഭക്ഷണം, നാടൻ കഴുതയുടെ ഭക്ഷണം ഹറാമാക്കിയിട്ടുണ്ട്, അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതിങ്ങനെ തിളച്ചു മറിയ വിശപ്പ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവരങ്ങനെ ആ പാത്രം നേരെ അങ്ങനെ കമിഴ്ത്തിയിടുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞോ വേണ്ട എന്നുള്ളതാണ്. എന്തെങ്കിലും ഈ നേരത്തൊക്കെ ഒരു ഇളവുണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ആരും ഒരു പെറ്റീഷൻ അവിടെ കൊടുത്തില്ല, ഒരു മുദ്രാവാക്യം അവിടെ മുഴങ്ങിയില്ല, ആരും ഒരു പരാതി പറഞ്ഞില്ല. അതാണ് റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പ്രവാചകനോടുള്ള ഹുബ്ബ് ഇങ്ങനെ പൂർത്തിയാകുന്നത്. ഞാൻ പറഞ്ഞ സഹാബത്ത് അങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഇബാദത്തുകൾ, ഇനി ചിലതിനൊക്കെ ചില രൂപം ഉണ്ടാവും, ചിലതിന് ചില ഭാവം ഉണ്ടാവും, ചിലതിന് എണ്ണ ഉണ്ടാവും, ചിലതിന് സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടാവും, ചിലതിന് സമയം ഉണ്ടാവും. അത് അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെ പറ്റി പറഞ്ഞ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ ചെയ്താൽ മതി എന്നാണ്. പിന്നെ നമ്മളെ വക ഒരു ഫിറ്റിംഗ്സ് അതിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എങ്ങനെയാണോ ഒളു എടുക്കുന്നത് കണ്ടത് അത് അതേമാതിരി ചെയ്താൽ മതി. എങ്ങനെയാണോ റുക്കൂ ചെയ്തത് അത് ചെയ്താൽ മതി. സുജൂദ് ചെയ്തത് അങ്ങനെ ചെയ്താൽ മതി. ഖുർആൻ പറയണ എത്ര പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ വിചാരിക്കണം എന്തിനാ ഈ നിസ്കാരത്തിൽ കൈയെട്ടിയിട്ട് മാത്രം ഇത് ചെയ്യണേ, ബാക്കിയാണ് ചെയ്തുകൂടെ, റുക്കൂല് ചെയ്തുകൂടെ, സുജൂദിൽ ചെയ്തത്. ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നല്ല കാര്യമാണ്, പക്ഷെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി എന്നാണ്. വെള്ളിയാഴ്ച എത്ര നല്ല ദിവസമാണ്. അപ്പോൾ സഹാബത്തിന് തോന്നി വെള്ളിയാഴ്ച നല്ല ദിവസമല്ലേ, അന്ന് സ്പെഷ്യലായിട്ട് ഒരു നോമ്പെടുത്താൽ എങ്ങനെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വെള്ളിയാഴ്ച മാത്രമായി നോമ്പെടുക്കുന്നുവെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് വ്യാഴം എടുക്കുക, വെള്ളി എടുക്കുക, ചേർത്തെടുക്കാം. വെള്ളി എടുക്കുക, ശനി എടുക്കുക, വെള്ളി മാത്രമാക്കാൻ പാടില്ല. ആരാണ് റസൂലുള്ള മുറിപ്പിച്ചു ഒരുക്കുക നോമ്പ്? ആരെ നോമ്പാ മുറിപ്പിച്ചു അറിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ജുവൈരിയ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വെള്ളിയാഴ്ച എടുത്തു നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. നഫ്തിരി, മുറിച്ച് കളഞ്ഞാളാ, മുറിച്ച് കളയാൻ പറഞ്ഞു. എന്താണ്? ദീനല്ലാത്തോണ്ടാണ്, ദീനല്ലാത്തോണ്ടാണ്, നോമ്പ് പുണ്യമില്ലാത്തോണ്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യം അദ്ദേഹമായി ചെയ്താൽ ഉളുഹിയത്ത് ഇന്ന് സമയമുണ്ട്. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സഹാബി പറഞ്ഞു, ആൾക്കാരൊക്കെ ഈ ഉളുഹിയത്തിന്റെ മാംസത്തിന് ഇങ്ങനെ കാത്തിക്കാണ്, ഞാൻ ആ പുണ്യകർമ്മം കുറച്ച് നേരത്താണ് ചെയ്ത് റസൂലേ. റസൂലുള്ളാഹി പറഞ്ഞു അതിന്റെ കൂലി പോയി, നേരത്തെ ചെയ്തിട്ട് കാര്യമില്ല, അത് സ്വതക്കയായി, ഒരു അറവ് പോലെ ആയി, വെറും മാംസമായി, ഉളുഹിയത്തിന്റെ കൂലി കിട്ടൂല. അത് ആ സമയത്ത് ചെയ്യണം. ജമാഅത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള സുന്നത്ത് നമസ്കാരം നമ്മൾ റവാത്തീബ് എത്ര പുണ്യമുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നു ഈ റവാത്തീബ് എന്തിനാ അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കണേ, അതൊന്നും ആ ജമാഅത്തിന്റെ കൂടെ നിസ്കരിച്ചുകൂടെ, ഭയങ്കര കൂലി, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതൊക്കെ കൃത്യമാണ്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമാക്കി പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താൻ നമുക്ക് ആർക്കും അധികാരമില്ല പ്രിയപ്പെട്ടവരെ. അതിന് പുണ്യം കിട്ടൂല എന്നുള്ളതാണ്. ഒറ്റ സംഭവം കൂടി ഓർമ്മപ്പെടുത്താണ്. അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു തആല അൻഹുടെ ഇങ്ങനെ ഒരു യാത്ര പോവാണ്. ഒരു പള്ളിയിൽ അവർ കയറി. മക്ക അറബ് സമൂഹത്തിനിടയിൽ ഒരു പള്ളിയിൽ അവർ കയറി. അവർ പള്ളിയിൽ കയറിയപ്പോൾ കുറെ ആൾക്കാർ വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കണം. അതിന്റെ നടുവിൽ ഒരാളുണ്ട്. അയാൾ ഇങ്ങനെ ദിക്ർ ചൊല്ലി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ദിക്ർ ചൊല്ലി കൊടുക്കുക. ഇവരാകെ അത്ഭുതപ്പെട്ടു. അപ്പൊ ഇതിങ്ങനെ ചൊല്ലി കൊടുക്കുമ്പോൾ അവരിങ്ങനെ ഏറ്റു ചൊല്ലുന്നുണ്ട്. 100 ആയാൽ നിർത്തും. അപ്പൊ ഈ ഇരിക്കുന്ന ആളുകളുടെ ഒക്കെ കയ്യിൽ ചെറിയ കല്ലുകളുണ്ട്. അപ്പൊ ഈ കല്ലിങ്ങനെ ഒന്ന് ചൊല്ലിയ സുബ്ഹാനല്ലാഹ് എന്ന ഒരു കല്ലിങ്ങനെ ഇങ്ങനെ മാറ്റിയേക്കൂലെ, ഓരോന്നും ഇങ്ങനെ എണ്ണം പറഞ്ഞിട്ട്. അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല ചോദിച്ചു, എന്താണ്, എന്താ നിങ്ങൾ ചെയ്യണേ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉദ്ദേശിക്കണില്ല, നല്ലതല്ലാതെ ഒരു ഉദ്ദേശം ഉറപ്പില്ല, കൂലി കിട്ടണേച്ച് ചെയ്യാണ്. അപ്പൊ അബൂ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അവരോട് പറയുന്നത്, നല്ലതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഒരു നന്മയും അതിന് കിട്ടുന്നില്ല എന്നവരോട് പറയണം. നല്ലതാണ് നിങ്ങളുടെ ഉദ്ദേശം, പക്ഷെ ഒരു നന്മയും അതിൽ നിന്ന് കിട്ടുന്നില്ല. എന്നിട്ട് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വഫാത്താകുന്നതിന് മുമ്പ് എൻ്റെ കാലശേഷം ഒരു ഖൗമ് വരും. ആ ഖൗമ് ഖുർആനൊക്കെ ഇങ്ങനെ പാരായണം ചെയ്യും, അതൊക്കെ ഉണ്ടാവും, പ്രകടനപരമായി ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അവരെ തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാത്തതുപോലെ ഒരു ഖൗമ് വരുന്നതാണ്. നിങ്ങളെങ്ങാനും അതിൽ പെട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇത് റസൂലുള്ള പഠിപ്പിച്ച രൂപമല്ല, ഭാവമല്ല, നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്താണ് അദ്ദേഹം. ആലോചിക്കണ്ടേ, റസൂലുള്ള ചെയ്തത് വളരെ കൃത്യമായി നമുക്ക് ചെയ്യാന്നുള്ളതാണ്. നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഖുർആനിൽ അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു ആഹ്വാനം ഉണ്ടോ നമുക്ക് ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ നമുക്ക് ചെയ്യാം. സ്വഹാബത്ത് അത് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെയ്യാം. ഖുലഫായ റാഷിദീങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെയ്യാം. ബദറിലും മുഹദിലുമൊക്കെ പങ്കെടുത്ത ശുഹദാക്കള് അവരാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചെയ്യാം. 4 ഇമാമിയങ്ങളില്ലേ, അവരാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. ഉണ്ടേ നമുക്ക് ചെയ്യാം. ആദ്യത്തെ ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 3 നൂറ്റാണ്ടുണ്ട്. ആദ്യത്തെ റസൂലുള്ളാഹിന്റെ കാലം 300 കൊല്ലം. അതിനിടയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇത് ദീനാണ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് പാടില്ല, ദീനിന്റെ പേരിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നത്. അതങ്ങനെ തന്നെ മനസ്സിലാക്കുക. നമ്മൾ സുന്നത്തെടുക്കുക, വിദേഹത്തുകൾ വലിച്ചെറിയുക, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും നമ്മൾ പ്രിയപ്പെട്ടവരെ വർദ്ധിപ്പിക്കുക. ഇഖ്ലാസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പ്രമാണം വേണം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. നമ്മൾ നന്നായി അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് നന്നായി പ്രാർത്ഥിക്കുക. പോരായ്മകൾ സംഭവിച്ചവരൊക്കെ അള്ളാഹിനോട് തൗബ ചെയ്ത് സുന്നത്തിന്റെ മാർഗത്തിലേക്ക് വഴി നടക്കുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.